ഹ്യൂമാനിസം എന്ന പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. എക്സാമിൻ ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദീസ് ചേഞ്ചസ് ഇൻ 14th century. 14ാം നൂറ്റാണ്ടിലെ മാറ്റങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? ആൻസർ: ഹ്യൂമാനിസം, അതായത് മാനവികത; ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്, നഗരജീവിതത്തിൻ്റെ വളർച്ച; മോണിറ്ററി ഇക്കണോമി, പണാധിഷ്ഠിത സമ്പദ്ഘടന; പ്രോഗ്രസ് ഓഫ് ട്രേഡ്, കച്ചവടത്തിൻ്റെ പുരോഗതി; ഇമ്പോർട്ടൻസ് ഗെയിൻഡ് ബൈ റീജിയണൽ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം; റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ്, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച; ഇൻഡിവിജ്വൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം; റാഷണലിസം, യുക്തിചിന്ത; ചേഞ്ചസ് ഇൻ ദി റിലംസ് ഓഫ് ആർട്ട് ആൻഡ് സയൻസ്, കല ശാസ്ത്ര രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഹ്യൂമാനിസം? എന്താണ് ഹ്യൂമാനിസം അഥവാ മാനവികത? ആൻസർ: ഇറ്റ്സ് എ വേ ഓഫ് തിങ്കിങ് ദാറ്റ് എംഫസിസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് റാദർ ദാൻ റിലീജിയസ് ഐഡിയാസ്. മതപരമായ ആശയങ്ങളെക്കാൾ മനുഷ്യജീവിതത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്ന ഒരു ചിന്താരീതിയാണിത്. മതപരമായ ആശയങ്ങളെക്കാൾ മനുഷ്യജീവിതത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്ന ഒരു ചിന്താരീതിയാണ് ഹ്യൂമാനിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് റിനൈസൻസ്? എന്താണ് നവോത്ഥാനം? ആൻസർ: ദി വേർഡ് റിനൈസൻസ് മീൻസ് റീബർത്ത്. ഇറ്റ് ഡിനോട്ട്സ് ദി റിവൈവൽ ഓഫ് ഏൻഷ്യന്റ് ഗ്രീക്കോ-റോമൻ കൾച്ചർ വിച്ച് ബിഗാൻ അറൗണ്ട് ദി 14th century. റിനൈസൻസ് എന്ന വാക്കിന് നവോത്ഥാനം എന്നാണ് അർത്ഥം. മലയാളത്തിൽ നവോത്ഥാനം, പുനർജനി എന്നൊക്കെയാണ് അർത്ഥം. 14ാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ദി സിറ്റീസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മെഡീവൽ ഇറ്റലി. മധ്യകാല ഇറ്റലിയിൽ നിലനിന്നിരുന്ന നഗരങ്ങളെ കണ്ടെത്തി എഴുതാനാണ്. ഏതൊക്കെയാണ്? മിലൻ, ജിനോവ, പിസ, പർമ, ഫ്ലോറൻസ്, വെനീസ്, ബൊളോഗ്ന, നാപ്പിൾസ്, റോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ദി സിറ്റീസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മെഡീവൽ സിറ്റി. മധ്യകാല ഇറ്റലിയിൽ നിലനിന്നിരുന്ന നഗരങ്ങളെ കണ്ടെത്തി എഴുതാനാണ്. ആൻസർ: മിലൻ, ജനോവ, പിസ, പാർമ, ഫ്ലോറൻസ്, വെനീസ്, ബൊളോണ, നേപ്പിൾസ്, റോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സിറ്റീസ് ഇൻ ഇറ്റലി വെയർ ഡിഫറെൻറ്റ് ഫ്രം ദി റോസ്റ്റ് ഇൻ യൂറോപ്പ്. ഗീവ് റീസൺ. ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. കാരണം എന്താണ്? എന്തൊക്കെയായിരുന്നു? ആൻസർ: ദേ വെയർ മോർ ഇൻഡിപെൻഡൻറ്റ്, വെൽത്തി ആൻഡ് ഡൈനാമിക്. അവ കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവും ആയിരുന്നു. ട്രേഡേഴ്സ് ഇൻ ദീസ് സിറ്റീസ് വെയർ വെൽ അവെയർ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. വ്യാപാരികൾ ബാങ്കിങ്, ഇൻഷുറൻസ് എന്നീ മേഖലകളെക്കുറിച്ച് അറിവുള്ളവരായിരുന്നു. സം ഓഫ് ദം ഹാഡ് എക്സ്പെർട്സ് ഇൻ ടെക്നിക്കൽ മാറ്റേഴ്സ് ഓഫ് ട്രേഡ് സച്ച് ആസ് ബുക്ക് കീപ്പിംഗ്. അതായത് ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരായിരുന്നു. മെനി ഓഫ് ദം ഹാഡ് ബിക്കം എക്സ്ട്രീംലി വെൽത്തി ത്രൂ ട്രേഡ്. നിരവധി പേര് വാണിജ്യത്തിലൂടെ അതിസമ്പന്നരായി മാറുകയും ചെയ്തിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദി റീസൺസ് ലെഡ് ടു ദി എമർജൻസ് ആൻഡ് ഡോമിനേഷൻ ഓഫ് ദി ന്യൂ വെൽത്തി ക്ലാസ് ഇൻ ഇറ്റലി. ഇറ്റലിയിൽ സമ്പന്നരായ ഒരു വിഭാഗത്തിൻ്റെ ഉയർച്ചയ്ക്കും ആധിപത്യത്തിനും ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ: ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദി മിഡീവൽ ഫ്യൂഡൽ സിസ്റ്റം, ഡിക്ലൈൻ ഓഫ് ദി റിലീജിയസ് സുപ്രമസി. മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയും മതമേധാവിത്വത്തിൻ്റെ ശക്തി ക്ഷയിച്ചതുമാണ് പുതിയ സമ്പന്ന വിഭാഗങ്ങൾ ഉയർന്നു വരാൻ കാരണമായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ:
Italian cities were wealthier compared to other European cities. Describe the circumstances that led to this. മറ്റ് യൂറോപ്യൻ സിറ്റീസിനെ അപേക്ഷിച്ച് ഇറ്റലി വളരെ സമ്പന്നമായി തീരുവാനുള്ള കാരണം അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ആൻസർ: The crusades that took place during the medieval period facilitated cultural exchange between the East and the West. മധ്യകാലത്ത് നടന്ന കുരിശുയുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിച്ചു. Italian cities got acquainted with the cultures, cities and lives of the people in the Eastern world. This accelerated the growth of Italian cities. കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയവയുമായി ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായി. ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി. As a result of trade links with the Islamic Empire and the Byzantine Empire, enormous wealth flowed into the Italian cities. ഇസ്ലാമിക സാമ്രാജ്യം, ബൈസന്റൈൻ സാമ്രാജ്യം എന്നിവയുമായി സ്ഥാപിച്ച വാണിജ്യ ബന്ധത്തിലൂടെ വൻതോതിൽ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകി. Merchants in Italian cities gained monopoly in the trade between the East and the West in the Mediterranean. കാലാന്തരത്തിൽ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിൻ്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ബ്ലാക്ക് ഡെത്ത്? എന്താണ് ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത്? ആൻസർ: ദി ബൂബോണിക് പ്ലേഗ് വിച്ച് എറപ്റ്റഡ് ഇൻ ദി മിഡ് 14th century severely affected the Italian cities. This catastrophic event known as the Black Death. 14ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ് എന്ന മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു. ഈ ദുരന്തമാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡിസ്കസ് ദി ഇമ്പാക്റ്റ് ബ്രോട്ട് അബൌട്ട് ബൈ ദി ഔട്ട്ബ്രേക്ക് ഓഫ് ദി പ്ലേഗ് ഇൻ 14th century ഇൻ വേരിയസ് ഫീൽഡ്സ് ഇൻ യൂറോപ്പ്. 14ാം നൂറ്റാണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് യൂറോപ്പിൻ്റെ വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ചർച്ച ചെയ്യുക. ആൻസർ: ഡിക്ലൈൻഡ് മിഡീവൽ ഫ്യൂഡലിസം, അതായത് മധ്യകാല ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച. ഇറ്റ് വാസ് ഹെവിലി റിലയൻറ്റ് ഓൺ ദി അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖലയുടെ നാശം. എമർജൻസ് ഓഫ് മിഡിൽ ക്ലാസ്, മധ്യവർഗത്തിൻ്റെ ഉത്ഭവം. പീപ്പിൾ ബിഗാൻ ടു എക്സ്പ്ലോർ ദി മെഡിക്കൽ സയൻസസ് ഓഫ് ഏൻഷ്യൻ്റ് ഗ്രീസ് ആൻഡ് റോം. ജനങ്ങളെല്ലാം പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ തുടങ്ങി. ഹ്യൂമൻ ബീയിങ്സ് ടു കണ്ടംപ്ലേറ്റ് ദി ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ലൈഫ്, സീക്ക് വെൽനെസ് ആൻഡ് ഫോക്കസ് ഓൺ ദെയർ ഓൺ വെൽ ബീയിങ്. മനുഷ്യനെ ജീവിതത്തിൻ്റെ നൈമിഷികതയെയും അനിശ്ചിതത്വത്തെയും കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചു. എമർജൻസ് ഓഫ് ഹ്യൂമാനിസത്തിൻ്റെ ഉദയം മാനവികതയിലേക്ക് വഴി തുറന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അക്സസ് ദി ഇമ്പാക്റ്റ് ഓഫ് ദി കോൺക്വിസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദി ടർക്സ് ഓൺ ദി ഇൻ്റലക്ച്വൽ ലാൻഡ്സ്കേപ്പ് ഓഫ് ഇറ്റലി. തുർക്കികളുടെ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണം ഇറ്റലിയുടെ വൈജ്ഞാനിക മേഖലയെ സ്വാധീനിച്ചത് എങ്ങനെയെന്ന് വിലയിരുത്തുക. ആൻസർ: കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് എ സെൻറ്റർ ഓഫ് മെനി സ്കോളേഴ്സ് ഹു പൊസസ്ഡ് മാനുസ്ക്രിപ്റ്റ്സ് ഓഫ് ഏൻഷ്യൻ്റ് ഗ്രീക്കോ റോമൻ ലിറ്റററി വർക്ക്സ്. പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യ കൃതികളുടെ കയ്യെഴുത്ത് പ്രതികൾ കൈവശമുണ്ടായിരുന്ന നിരവധി പണ്ഡിതരുടെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. After the Turkish conquest, these scholars migrated to Italian cities, bringing their manuscripts with them. തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് അവർ തങ്ങളുടെ കൈവശമുള്ള കയ്യെഴുത്ത് പ്രതികളുമായി ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് നീങ്ങി. They began to spread to libraries. അവർ ലൈബ്രറികൾ വ്യാപകമായി ആരംഭിച്ചു. Wealth and political freedom created a fertile ground for artistic innovation and cultural experimentation. സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിക്കും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്ക് വഴിയൊരുക്കി. Novel ideas began to emerge in the cultural and intellectual spheres.
സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിലും പുത്തൻ ആശയങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സ്കോളാസ്റ്റിസിസം ആൻഡ് ഹ്യൂമാനിസം? സ്കോളാസ്റ്റിസിസവും മാനവികതയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ആൻസർ, Scholasticism is a philosophy which was deeply rooted in Christian theology. ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു തത്വശാസ്ത്രമായിരുന്നു സ്കോളാസ്റ്റിസിസം. ഇറ്റ് എൻകറേജ്ഡ് നോളജ് ആൻഡ് റിസർച്ച്. ഇത് വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചു. ഇറ്റ് പ്രയോറിറ്റൈസ്ഡ് ദി ഡിവൈൻ ആൻഡ് ദി ആഫ്റ്റർ ലൈഫ്. ഇത് ദൈവത്തിനും പരലോക ജീവിതത്തിനുമാണ് ഊന്നൽ നൽകിയത്. ഹ്യൂമാനിസം എമർജ്ഡ് ആസ് എ ഡിപ്പാർച്ചർ ഫ്രം ക്രിസ്ത്യൻ തിയോളജി. ക്രൈസ്തവ മത ചിന്തയിൽ നിന്നും വേറിട്ടായിരുന്നു ഹ്യൂമാനിസം ഉടലെടുത്തത്. എംഫസിസ് ഓൺ ഹ്യൂമൻ എക്സ്പീരിയൻസ്, വേർഡ്ലി ലൈഫ് ആൻഡ് റാഷണൽ ഇൻക്വയറി. ഹ്യൂമാനിസം മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകി. ഇറ്റ് എൻകറേജസ് ദി യൂണിക്നെസ്, ഇമോഷൻസ്, കേപ്പബിലിറ്റീസ്, ലിറ്റററി എക്സ്പ്രഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അനന്യത, വികാരങ്ങൾ, ശേഷികൾ, എഴുത്ത്, സംഭാഷണം എന്നിവയ്ക്ക് മാനവികതാവാദികൾ ഊന്നൽ നൽകി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദി എമർജൻസ് ഓഫ് ഹ്യൂമാനിസം ഇമ്പാക്ട് ദി കോഴ്സ് ഓഫ് വേൾഡ് ഹിസ്റ്ററി? മാനവികതയുടെ കടന്നുവരവ് ലോക ചരിത്രത്തെ സ്വാധീനിച്ചതെങ്ങനെ? ആൻസർ, പീപ്പിൾ ബിഗാൻ ടു റീഡ് ഏൻഷ്യന്റ് ഗ്രീക്കോ റോമൻ വർക്ക്സ്. പ്രാചീന ഗ്രീക്കോ റോമൻ ഗ്രന്ഥങ്ങൾ ജനങ്ങൾ വർദ്ധിച്ച താല്പര്യത്തോടെ വായിച്ചു. ഹ്യൂമാനിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് വർക്ക്സ് ഇൻ റിലീജിയൻ ലാംഗ്വേജസ്. മാനവികതാവാദികൾ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിച്ചു. ക്രിയേറ്റഡ് പെയിന്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് ഇൻ ദി ഗ്രീക്കോ റോമൻ സ്റ്റൈൽ. ഗ്രീക്കോ റോമൻ ശൈലിയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ഗ്രീക്കോ റോമൻ ആർട്ട് ഡെപിക്റ്റഡ് ഗോഡ്സ്, ദി വെൽത്തി ആൻഡ് ദി പവർഫുൾ ഇൻ ഓൾ ഇറ്റ്സ് ബ്യൂട്ടി. ഗ്രീക്കോ റോമൻ കല പൂർണ്ണ സൗന്ദര്യത്തോടെ ആവിഷ്കരിച്ചു. ദൈവത്തെയും സമ്പന്നരെയും ശക്തരെയുമായിരുന്നു ചിത്രീകരിച്ചിരുന്നത്. ഹ്യൂമാനിസം ലേറ്റർ ബിക്കെയിം എ സോഴ്സ് ആൻഡ് ഇൻസ്പിറേഷൻ ഫോർ ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ചസ് across various spheres including painting, architecture, literature, politics, history, science and religion. ഹ്യൂമാനിസം പിന്നീട് ചിത്രകല, ശില്പകല, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, ശാസ്ത്രം, മതം തുടങ്ങി വിവിധ മേഖലകളിൽ മാറ്റത്തിനുള്ള പ്രചോദനവും സ്രോതസ്സുമായി മാറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വെർ ദി ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് പെയിൻറ്റിങ്സ്? നവോത്ഥാന കാലഘട്ടത്തെ പെയിൻറ്റിങ്സിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആൻസർ, ലാൻഡ്സ്കേപ്സ്, അതായത് ഭൂദൃശ്യങ്ങൾ, ഭൂമിയിലെ ദൃശ്യങ്ങൾ. ദി യൂസ് ഓഫ് കളർ ടു ഇല്ലുസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പെഷ്യൽ ഡെപ്ത്. വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കൽ. റിയലിസ്റ്റിക് ഡിപ്പിക്ഷൻ ഓഫ് ദി ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിൻ്റെ യഥാർത്ഥ ചിത്രീകരണം. ദി യൂസ് ഓഫ് ഓയിൽ പെയിൻറ്. എണ്ണച്ചായത്തിൻ്റെ ഉപയോഗം. പോർട്രേറ്റ്സ്, ഛായാചിത്രങ്ങൾ. ദി റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിവൈൻ ഫിഗേഴ്സ് ഇൻ ഐഡിയലൈസ്ഡ് ഹ്യൂമൻ ഫോംസ്. ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിൻ്റെ ചിത്രീകരണം. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിനൈൻസ് ലിറ്ററേച്ചർ, അതായത് നവോത്ഥാന കാലത്ത് സാഹിത്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആൻസർ, റിനൈസൻസ് റൈറ്റേഴ്സ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് സെക്യുലർ വാല്യൂസ്. നവോത്ഥാനകാല സാഹിത്യകാരർ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകി. Renaissance literature was its breaking away from the scholasticism of the middle. മധ്യകാലത്ത് നിലനിന്നിരുന്ന സ്കോളാസ്റ്റിസിസത്തിൽ നിന്നുമുള്ള ഒരു മോചനമായിരുന്നു നവോത്ഥാന സാഹിത്യം. Renaissance writers chose to produce their works in regional language. നവോത്ഥാനകാല സാഹിത്യകാരന്മാർ അവരുടെ കൃതികളെല്ലാം പ്രാദേശിക ഭാഷയിൽ രചിച്ചു. Prose literature gained prominence. ഗദ്യ സാഹിത്യത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദി റിനൈസൻസ് റൈറ്റേഴ്സ് ആൻഡ് ദയർ വർക്ക്സ്. നവോത്ഥാനകാല എഴുത്തുകാരും അവരുടെ കൃതികളും. ഡാന്റെ, ദി ഡിവൈൻ കോമഡി, റിഫ്ലക്ട്സ് ഹ്യൂമൻ ഇമോഷൻസ്, പാട്രിയോട്ടിസം, ഫാസിനേഷൻ ഫോർ നാച്ചുറൽ ഫിനോമിന. മനുഷ്യസ്നേഹം, രാജ്യസ്നേഹം, പ്രകൃതി പ്രതിഭാസങ്ങളോടുള്ള താല്പര്യം എന്നിവയെല്ലാം ഇതിൽ ശക്തമായി പ്രതിഫലിക്കുന്നു. പെട്രാർക്ക് സോണറ്റ്സ്, റിഫ്ലക്റ്റ് എ ബോൾഡ് ആൻഡ് യൂണിക് സ്റ്റൈൽ. ധീരവും വേറിട്ട ശൈലിയിലുള്ളതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. ബൊക്കാഷിയോ, ദി ഡെക്കാമറോൺ. ഡെക്കാമറോൺ എന്ന കൃതിയുടെ രചയിതാവാണ് ബൊക്കാഷിയോ. നിക്കോളോ മാക്കിയവെല്ലി, ദി പ്രിൻസ്, പൊളിറ്റിക്കൽ തോട്ട്സ്. ഹി അഡ്വക്കേറ്റഡ് ദാറ്റ് എ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഷുഡ് റിമെയിൻ impartial and avoid showing favoritism or obligation to specific groups among the subjects. ദി പ്രിൻസ് എന്ന കൃതിയിൽ നിക്കോളോ മാക്കിയവെല്ലി രാഷ്ട്രീയ ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത്. രാജ്യത്തിൻ്റെ തലവൻ ഒരിക്കലും തൻ്റെ പ്രജകളിൽ ഒരു വിഭാഗത്തോട് പ്രീതിയോ കടപ്പാടോ കാണിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തൻ്റെ രചനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും കസാന്ദ്ര സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കുഡ് ഹാവ് ബീൻ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി പ്രിന്റിംഗ് പ്രസ് ഓൺ ദി സൊസൈറ്റി ഓഫ് ദാറ്റ് പീരിയഡ്? അച്ചടിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം അന്നത്തെ സമൂഹത്തെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചിട്ടുണ്ടാകും? ആൻസർ, ഡിസെമിനേഷൻ ഓഫ് നോളജ്, അറിവിൻ്റെ വ്യാപനം. പ്രോഗ്രസ് ഇൻ ലിറ്ററസി, സാക്ഷരതയിലുണ്ടായ പുരോഗതി. പീപ്പിൾ സ്റ്റാർട്ടഡ് റീഡിങ് ലിറ്റററി വർക്ക്സ് എക്സ്റ്റെൻസീവ്ലി, ആളുകളൊക്കെ ധാരാളമായി വായിക്കുവാൻ തുടങ്ങി. ആക്സിലറേറ്റിംഗ് ദി സ്പ്രെഡ് ഓഫ് ഐഡിയാസ്, ആശയങ്ങളുടെ വ്യാപനം. കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ, സാംസ്കാരിക പരിവർത്തനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇൻവെൻറ്റഡ് ദി പ്രിൻറ്റിംഗ് പ്രസ്? ആരാണ് പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത്? ആൻസർ, ജോഹന്നാസ് ഗുട്ടൻബർഗ്. നെക്സ്റ്റ്, എലുസിഡേറ്റ് ദി റോൾ ഓഫ് റിനൈസൻസ് ഇൻ മേക്കിംഗ് ഹിസ്റ്റോറിയോഗ്രാഫി സയൻറ്റിഫിക്. ചരിത്രരചനയെ ശാസ്ത്രീയമാക്കുന്നതിൽ നവോത്ഥാനം വഹിച്ച പങ്ക് വ്യക്തമാക്കുക. ആൻസർ, ഡ്യൂറിംഗ് ദി മിഡിൽ ഏജസ് ദി പ്രിവൈലിംഗ് നോഷൻ വാസ് ദാറ്റ് ഹിസ്റ്റോറിക്കൽ events were divinely ordained and the course of history was governed by supernatural powers. This perspective lost its relevance during the Renaissance period. മധ്യകാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുമുള്ള മാറ്റം ചരിത്രരചനയിലും പ്രതിഫലിച്ചു. ചരിത്ര സംഭവങ്ങൾ ദൈവസൃഷ്ടിയാണെന്നും ചരിത്രത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് ഒരു അതീന്ദ്രിയ ശക്തിയാണെന്നുമുള്ള കാഴ്ചപ്പാടാണ് മധ്യകാലത്ത് നിലനിന്നിരുന്നത്. എന്നാൽ ഈ കാഴ്ചപ്പാടിന് നവോത്ഥാന കാലത്ത് പ്രസക്തി നഷ്ടപ്പെട്ടു. ഇൻസ്റ്റഡ് ഹ്യൂമൻ സെൻറ്റേർഡ് എക്സ്പ്ലനേഷൻസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസ് ഗെയിൻഡ് റെക്കഗ്നിഷൻ. പകരം മനുഷ്യ കേന്ദ്രീകൃതമായ ചരിത്ര വ്യാഖ്യാനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ തുടങ്ങി. റിനൈസൻസ് വാസ് ദി ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് ആർക്കിയോളജിക്കൽ എവിഡൻസ് ആൻഡ് റിലിക്സ്. പുരാവസ്തു തെളിവുകൾക്കും ശേഷിപ്പുകൾക്കും ചരിത്രരചനയിൽ സുപ്രധാനമായ സ്ഥാനം ലഭിച്ചു. ക്രിട്ടിക്കൽ തിങ്കിങ് ഗെയിൻഡ് സിഗ്നിഫിക്കൻസ് ഇൻ ഹിസ്റ്ററി. ചരിത്രരചനയിൽ വിമർശനങ്ങൾക്ക് സ്ഥാനം ലഭിച്ചു. സയൻറ്റിഫിക് എൻക്വയറി ആൻഡ് സ്റ്റഡീസ് റീപ്ലേസ്ഡ് സ്റ്റോറീസ് ആൻഡ് മിത്ത്സ്. കഥകൾക്കും മിത്തുകൾക്കും പകരം ശാസ്ത്രീയമായ അന്വേഷണങ്ങളും പഠനങ്ങളും തുടങ്ങി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദി കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ റിനൈസൻസ് സയൻസ് ടു ദി പ്രോഗ്രസ് ഓഫ് മോഡേൺ സൊസൈറ്റി. ആധുനിക സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് നവോത്ഥാന കാലഘട്ടത്തിൽ ശാസ്ത്രം നൽകിയ സംഭാവനയെക്കുറിച്ചൊരു ചർച്ച സംഘടിപ്പിക്കുക. ആൻസർ, until the 16th century, the belief that the earth was the center of the universe prevailed. These lines refer to the attempts made by Galileo, who challenged and negated the geocentric belief. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള സിദ്ധാന്തം 16 നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നു. എന്നാൽ കോപ്പർനിക്കസ് ഇതിനെ വെല്ലുവിളിച്ചു. റിമാർക്കബിൾ ട്രാൻസ്ഫോർമേഷൻസ് ടുക്ക് പ്ലേസ് ഇൻ ദി ഫീൽഡ് ഓഫ് അസ്ട്രോണമി. നവോത്ഥാന കാലത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ ജ്യോതിശാസ്ത്ര മേഖലയിലുണ്ടായി. സയൻറ്റിസ്റ്റ്സ് പുട്ട് ഫോർവേഡ് എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് വ്യൂ ദാറ്റ് ദി പ്ലാനറ്ററി മോഷൻസ് ആർ ഗവേൺഡ് ബൈ മെറ്റീരിയൽ ഫോഴ്സസ്.
പ്രപഞ്ചത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഭൗതിക ശക്തികളാണെന്ന കാഴ്ചപ്പാട് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ചു. ദി ജിയോസെൻട്രിക് മോഡൽ ഓഫ് ടോളമി ചലഞ്ചഡ് ബൈ നിക്കോളാസ് കോപ്പർനിക്കസ്. ടോളമിയുടെ സിദ്ധാന്തത്തെ നിക്കോള കോപ്പർനിക്കസ് എതിർത്തു. He presented a revolutionary argument that the center of the universe is not the earth but the sun. Through his observations, Copernicus demonstrated that the earth of the other planets revolve around the sun. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല സൂര്യനാണെന്ന് അദ്ദേഹം വാദിച്ചു. ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. This was expanded upon by Galilei and Johannes Kepler. ഗലീലിയോ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു. റിനസൻസ് ഓൾസോ വിറ്റ്നസ്ഡ് സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻസ്മെന്റ് ഇൻ ദി ഫീൽഡ് ഓഫ് മെഡിസിൻ, പർട്ടിക്കുലർലി അനാട്ടമി. നവോത്ഥാനം വൈദ്യശാസ്ത്ര രംഗത്തും പൊതുവെ ശരീരശാസ്ത്ര രംഗത്തും പ്രത്യേകിച്ച് നേട്ടങ്ങൾ കൈവരിച്ചു. കണ്ടക്റ്റഡ് റിസർച്ച് ഓൺ ദി കോസസ് ഓഫ് ഡിസീസസ് ആൻഡ് ട്രൈഡ് ടു ഡെവലപ്പ് റെമഡീസ്. രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും അവയുടെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമാനിസം ബിക്കെയിം ദി റീസൺ ഫോർ റിഫോർമേഷൻ. ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെന്റ്. മാനവികതയുടെ സ്വാധീനം മത നവീകരണത്തിന് കാരണമായി. ഈ പ്രസ്താവന വിലയിരുത്തുക. ആൻസർ. ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി റിനൈസൻസ് എക്സ്റ്റെൻഡഡ് ടു ദി റീലം ഓഫ് റിലീജിയൻ ഓൾസോ ഇൻ യൂറോപ്പ്. ജർമ്മനിയിൽ ആരംഭിച്ച മത നവീകരണം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. Humanists protest against certain practices and beliefs within the Catholic Church. കാത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന ചില പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കെതിരായി പ്രതിഷേധങ്ങൾ രൂപം കൊണ്ടു. One contentious issue was the sale of indulgences where the church would collect. പാപവിമോചന പത്രത്തിന്റെ വിൽപ്പന ഏറ്റവും കൂടുതൽ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തി. Johann Tetzel, a Dominican monk, arrived in Germany to promote the sale of indulgences. പാപവിമോചന പത്രത്തിന്റെ വിൽപ്പനയ്ക്കായിട്ട് ജോഹാൻ ടെൻസൽ എന്ന ഡൊമിനിക്കൻ സന്യാസി ജർമ്മനിയിലെത്തി. മാർട്ടിൻ ലൂതർ, എ പ്രീസ്റ്റ്, റെസ്പോണ്ടഡ് ബൈ പാസ്റ്റിംഗ് ഹിസ് ഫേമസ് 95 തീസസ്. മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ തന്റെ 95 പ്രബന്ധങ്ങൾ പതിപ്പിച്ചു. ഓൺ ദി ഡോർസ് ഓഫ് ദി വിറ്റൻബർഗ് കത്തീഡ്രൽ. വിറ്റൻബർഗ് ദേവാലയത്തിന്റെ വാതിലിൽ അദ്ദേഹം തന്റെ 95 പ്രബന്ധങ്ങൾ പതിപ്പിച്ചു. ദിസ് പിവോട്ടൽ ഇവന്റ് മാർക്ക്ഡ് ദി ബിഗിനിങ് ഓഫ് ദി പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ. ഇത് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം എന്ന മതനവീകരണ പ്രസ്ഥാനത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വെർ ദി ഇമ്പാക്റ്റ് ഓഫ് റിഫോർമേഷൻ? റിഫോർമേഷന്റെ പരിണിത ഫലം എന്തായിരുന്നു? ആൻസർ. ദി സെയിൽ ഓഫ് ഇൻഡ്യൂൾജൻസ് വാസ് ബാൻഡ്. അതായത് പാപവിമോചന പത്രത്തിന്റെ വിൽപ്പന നിരോധിച്ചു. എ ലിസ്റ്റ് ഓഫ് ബുക്സ്, ദി ഇൻഡെക്സ് ദാറ്റ് ഷുഡ് നോട്ട് ബി റീഡ് ബൈ ദി ബിലീവേഴ്സ് വാസ് പബ്ലിഷ്ഡ്. വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയായ ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചു. ദി കോർട്ട് ഓഫ് ഇൻക്വിസിഷൻ വാസ് റീഇൻസ്റ്റിറ്റ്യൂട്ടഡ്. മധ്യകാലത്ത് നിലനിന്നിരുന്ന മതവിചാരണ കോടതി പുനഃസ്ഥാപിച്ചു. കൗണ്ടർ റിഫോർമേഷൻ സ്റ്റാർട്ടഡ്. പ്രതി മത നവീകരണം ആരംഭിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു മീൻ ബൈ കൗണ്ടർ റിഫോർമേഷൻ? എന്താണ് പ്രതി മത നവീകരണം? ആൻസർ. ഫോളോയിങ് ദി റിഫോർമേഷൻ, ദി കാത്തലിക് ചർച്ച് ഇനിഷ്യേറ്റഡ് എഫേർട്സ് ടു റിഫോം ഇറ്റ്സെൽഫ്, എ മൂവ്മെന്റ് നോൺ ആസ് ദി കൗണ്ടർ റിഫോർമേഷൻ. മതനവീകരണത്തെ തുടർന്ന് കത്തോലിക്ക സഭ സ്വയം നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതാണ് പ്രതി മത നവീകരണം എന്നറിയപ്പെടുന്നത്. Ignatius Loyola, a Spanish priest, also played a prominent part in counter-reformation. സ്പെയിൻകാരനായ ഇഗ്നോഷ്യസ് ലയോള എന്ന പുരോഹിതനും പ്രതിമത നവീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. കൗണ്ടർ റിഫോർമേഷൻ സക്സീഡഡ് ഇൻ എലിമിനേറ്റിംഗ് എ നമ്പർ ഓഫ് റോങ് ടെൻഡൻസീസ് ഇൻ ദി കാത്തലിക് ചർച്ച്. കത്തോലിക്ക സഭയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന നിരവധി തെറ്റായ പ്രവണതകളെ ഇല്ലാതാക്കാൻ പ്രതിമത നവീകരണത്തിൽ കഴിഞ്ഞു. കൗണ്ടർ റിഫോർമേഷൻ ഈസ് ഓൾസോ നോൺ ആസ് കാത്തലിക് റിഫോർമേഷൻ. അതായത് ഈ പ്രതിമത നവീകരണം കത്തോലിക്ക മത നവീകരണം എന്നും അറിയപ്പെടുന്നു.